ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. കൊഴിയാള മീൻകറി. ചിലയിടങ്ങളിൽ കിരിയാനെന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചാണ് ഈ മീൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് തയ്യാറാക്കുന്ന മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് എൻ്റെ ഒരു വേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം കൊഴിയാള മീൻകറി തേങ്ങ അരച്ച് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തേങ്ങ അരച്ചാണ് കൊഴിയാള മീൻകറി തയ്യാറാക്കുന്നത്. കൊഴിയാള വൃത്തിയായി വെട്ടി കഴുകിയെടുക്കാം. നമുക്ക് മീൻകറി തയ്യാറാക്കാം. അതിനായി അടുപ്പിൽ മൺചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവായും ചേർത്ത് കടുകും ഉലുവയും നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇവിടെ ചേർക്കുന്നത്. ചതച്ച് ചേർക്കുമ്പോൾ മീൻകറിക്ക് നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന കൊഴിയാള മീനെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇത് മൂടി വെച്ച് വേകുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും മീൻ നല്ലപോലെ വേകാനായിട്ട്. അപ്പോൾ അതിന് വരെ നമുക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴിയാള മീൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻ. ഈ രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തക്കാളിക്കായും മുരിങ്ങയ്ക്കായും ഒക്കെ ചേർത്ത് കൊഴിയാള തയ്യാറാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്